ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. മോർണിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെ പോലെ ചുമ്മാ മോർണിംഗ് വ്ളോഗല്ല, എന്ന് വെച്ചിട്ട് പണി ഉള്ള ദിവസമാണ്. കാരണം ഇന്ന് തിങ്കളാഴ്ചയാണ്, തിങ്കളാഴ്ചത്തെ വ്ളോഗ് തന്നെയാണ് ഇന്നത്തെ വ്ളോഗ്. ഇന്ന് മിക്കവാറും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യൂ കേട്ടോ. ഇന്ന് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ വ്ളോഗ് തന്നെയാണ്. അപ്പോൾ മഴ ഒന്നും ഇല്ല എങ്കിൽ എഡിറ്റിംഗ് ഒക്കെ കഴിയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേറെ ക്ലീനിങ് ഒക്കെ ഉള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ പെര തുടയ്ക്കുക ഒഴികെ ബാക്കി എല്ലാ പരിപാടികളും ഇന്ന് ചെയ്യണം. അപ്പോൾ അതൊക്കെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ദോശയും ചമ്മന്തിയാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് അപ്പം അല്ലായിരുന്നോ. ഇവിടെ അപ്പം ആണ് കുറേ ദിവസമായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ശരിയാവട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും ദോശ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ദോശ ഉണ്ടാക്കി. ദോശ ഹസ്ബൻഡിന് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഈ ദോശ ഉണ്ടാക്കാൻ വലിയ താല്പര്യം കാണിക്കാത്തത്. പക്ഷേ എന്നും അപ്പായാലും ഒരു സുഖമില്ലല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ അതിന് ദോശയ്ക്കുള്ള ചമ്മന്തിക്കുള്ള തേങ്ങയാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ ഇന്ന് ബിനോറിന് ഓട്ടോ ഉണ്ട്, ചോറ് കൊണ്ടുപോകണം. പിന്നെ മക്കൾക്ക് ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. ഇന്ന് മുതൽ അച്ചുകുട്ടനും ധ്യാനൂട്ടനും യൂണിഫോമാണ് കേട്ടോ. ഇന്ന് രാവിലെ ധ്യാനൂട്ടന് യൂണിഫോം എടുത്തിട്ടപ്പോഴാണ് അവൻ്റെ ഷർട്ട് ടൈറ്റായിപ്പോയി. അവന് ഇച്ചിരി വണ്ണം വെച്ചു എന്ന് തോന്നുന്നു. പിന്നെ മക്കൾ വലുതായല്ലോ തന്നെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം യൂണിഫോം തയ്ച്ചപ്പോഴേ അത് ഇച്ചിരി ഒരു ടൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് അങ്ങ് പാകത്തിനായി. അപ്പോൾ ഞാൻ ബിനോട്ടോട് പറഞ്ഞതാണ് അതൊന്ന് മാറ്റിക്കൊണ്ടുപോകാം, അത് ഇച്ചിരി ടൈറ്റാണ്, അപ്പോൾ ഒന്ന് അഴിച്ചു കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പറഞ്ഞാൽ അത് കുഴപ്പമില്ല, സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇട്ട് കഴിഞ്ഞപ്പോൾ ഷർട്ട് ടൈറ്റാണ്. അപ്പോൾ ഇന്നും ഇട്ടുകൊണ്ട് പോകാൻ പറഞ്ഞു. ഇപ്പോൾ എന്തായാലും മക്കൾക്ക് യൂണിഫോം എടുക്കണം, അപ്പോൾ അങ്ങനെ ഒരു അധിക ചിലവ് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഈ വർഷം യൂണിഫോം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ മക്കൾ എണീറ്റ് അവരുടേതായ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്നാണെങ്കിൽ കോവയ്ക്ക് തോരൻ വെക്കാമെന്ന് വെച്ചു. പിന്നെ ചമ്മന്തി അരച്ചാൽ മതി എന്ന് തോന്നിയിട്ട് ചോറിന് വിനോദനം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രസം കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കൂട്ടാമല്ലോ. രസമാകുമ്പോൾ വളിച്ചു പോണ സാധനമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം കോവയ്ക്ക തോരനും ഉണ്ടാക്കി. ബിനോട്ടിന് വെച്ച് ചമ്മന്തി അരച്ച് കൊടുത്തു വിട്ടാൽ മതി. പിന്നെ ദോശയും ചമ്മന്തി. അത്രയാണ് ഇന്നത്തെ അടുക്കളയിലെ വിശേഷങ്ങൾ കേട്ടോ. അടുക്കള വിശേഷങ്ങൾ കുറവാണെന്ന്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ തേങ്ങ ചിരണ്ടി ദോശയ്ക്കുള്ളത് അരയ്ക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അരച്ചു. അതുപോലെ തന്നെ പിന്നെ ചമ്മന്തി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കുവാണ്. അപ്പോൾ എല്ലാവരും പറയണ്ടായിരുന്നു വീഡിയോയ്ക്ക് സ്പീഡ് കൂടുതലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെറുതെ സ്പീഡാക്കണമല്ല കേട്ടോ. നമ്മൾ ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പം അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ വലിയ കണ്ടൻറ്റ്, അതായത് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പം ആണെങ്കിൽ നമുക്ക് ആ കണ്ടൻറ്റ് മാത്രമാണെങ്കിൽ നമുക്ക് സ്പീഡ് കുറച്ചിടാം. അല്ല എങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കുറച്ചിട്ടാൽ മഹാ ബോറായിരിക്കും വീഡിയോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കാം. എന്നാലും ഒത്തിരി സ്പീഡ് കുറച്ചാൽ വീഡിയോ ഒരു രസം ഉണ്ടാവില്ല. വീഡിയോ കാര്യം പറഞ്ഞാൽ വലിയ ലോങ് ആയിരിക്കും. 2 മിനിറ്റ് കണ്ടിട്ട് എല്ലാവരും ഇട്ടിട്ട് എന്തോന്ന് വീഡിയോ, അല്ല തന്നെ എന്തോന്ന് വീഡിയോ എന്ന് മനസ്സിൽ പറയുന്നുണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. പിന്നെ വേറൊന്നുമില്ല, വേറെ മുൻകൂട്ടി ഒന്നും കാര്യങ്ങളൊന്നും പറയാനില്ല കേട്ടോ. എല്ലാം വഴിയോ പറ്റാൻ. പിന്നെ നൈറ്റിയുടെ ഫ്രോക്കിൻ്റെ സെയിൽ ഇപ്പോഴും ഉണ്ട്. വീഡിയോ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. പിന്നെ നമ്മുടെ പഴയ ചാനൽ ശ്രുതീസ് ടിപ്സ് ആൻഡ് വ്ളോഗ് ബൈ ശ്രുതി എന്ന് പേര് മാറ്റിയിട്ടുണ്ട് ഞാൻ. അതിനകത്ത് നമ്മുടെ നൈറ്റിയുടെ ഫ്രോക്കിൻ്റെ ഒക്കെ കൂടുതൽ ഡിസൈൻസും ഒക്കെ അതിനകത്താണ് ഉൾപ്പെടുത്തിയേക്കണം കേട്ടോ. അപ്പോൾ തുണിയുടെ ഫോട്ടോസൊക്കെ ആ ഒരു ചാനലിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. പിന്നെ കുഞ്ഞു ടിപ്സും അതിനകത്ത് ആ ഒരു ചാനലിനകത്ത് ഉൾപ്പെടുത്താൻ നോക്കണം. ടിപ്സൊക്കെ വല്ലപ്പോഴും ഇടുകയുള്ളൂ. എന്നാലും ഈ ചാനലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് മാക്സിമം വ്ളോഗൊക്കെ ഉൾപ്പെടുത്താമെന്ന് വെച്ചാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കണം. അതിനോടൊപ്പം തന്നെ കോവയ്ക്ക അരിയാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്, തോരനല്ല. അപ്പോൾ ഇച്ചിരി സവോളയും ഇച്ചിരി പച്ചമുളകും അരിഞ്ഞിട്ട് കടുക് താളിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ആവുമല്ലോ. അപ്പോൾ ദോശ വാങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കോവയ്ക്ക അരിഞ്ഞ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടുപ്പയിലേക്ക് വെച്ചു. പിന്നെ കട്ടൻ ചായയും തിളപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മക്കൾക്ക് ഇന്ന് പാൽ ചായ കൊടുക്കണല്ലോ, കട്ടൻ ചായയാണ്. ഈ കഫക്കെട്ട് കാരണം ഇടയ്ക്കാണ് ഇപ്പോൾ പാൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ദിവസം അടുപ്പിച്ച് പാൽ കൊടുത്തു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം കട്ടൻ ചായ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോണത് കേട്ടോ. അപ്പോൾ ചമ്മന്തി അരച്ചു. അതുപോലെ തന്നെ നമ്മുടെ ദോശ ആയിട്ടുണ്ട്. ഇനിയിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ചായയായി. അതൊന്ന് ഇളക്കി വിടട്ടെ കേട്ടോ. ഈ ചട്ടിയാകുമ്പോൾ അങ്ങനെ മൂട്ടി പിടിക്കുകയില്ല. എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും മൂട്ടി പിടിക്കുമല്ലോ, അത് ഏത് ചട്ടിയാണേലും. അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ടു. അതൊന്ന് മതി, ഒന്ന് വെന്ത് വരട്ടെ അവിടെ ഇരുന്ന്.
ഇപ്പോഴേ ഈ കല്യാണത്തിനൊക്കെ സദ്യക്ക് ഒരു പ്രത്യേക സൈസ് കോവയ്ക്ക വറുത്തത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞിപ്പോൾ 2 കല്യാണം അടുപ്പിച്ച് കൂടിയപ്പോൾ അതിനകത്ത് കിട്ടി, 2 എണ്ണത്തിനുണ്ടായിരുന്നു. കല്യാണ സദ്യയിൽ ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ കോവയ്ക്ക വറുത്തത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് റെസിപ്പി അറിയാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലല്ല അത് ഉണ്ടാക്കണേ. ഒരു പ്രത്യേക ഇത് ആർക്കും ഇഷ്ടപ്പെടും. ഇങ്ങനെ കറുമുറ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ല രസത്തിൻ്റെ റെസിപ്പി, അതെൻ്റെ മമ്മിയുടെ മമ്മി ഉണ്ടാക്കുന്ന രസമാണ് കേട്ടോ. അത് നല്ലതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനൊക്കെ ഉണ്ടാക്കണേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ മമ്മിയുടെ രസമാണ്. മമ്മി രസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല എരിവായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി അടുത്ത ദിവസം ഇടാം കേട്ടോ. കാരണം ഇന്നലെ ഞാൻ അത് മമ്മിയുടെ റെസിപ്പി ചോദിച്ച് ഉണ്ടാക്കി, അത് അടിപൊളിയാണെന്ന് വിനോദനൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എല്ലാവരും മുമ്പിലേക്ക് ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്കകത്ത് പറ്റുമെങ്കിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഉൾപ്പെടുത്താം കേട്ടോ. രസം ഞാൻ ഒരുപാട് രസം ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയാണല്ലോ നമ്മൾ കുക്കിംഗ് പഠിക്കുന്നത്. പക്ഷേ യൂട്യൂബിൽ നോക്കി കുക്കിങ്ങൊക്കെ പഠിച്ചിട്ടും എനിക്ക് ആ മമ്മി ഉണ്ടാക്കണ ആ ഒരു ഇത് കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മമ്മീനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ രസം ഉണ്ടാക്കണം ഇങ്ങനെ മമ്മി ഉണ്ടാക്കണ ആ ഒരു എനിക്കിഷ്ടം എന്ന് പറഞ്ഞപ്പോൾ മമ്മി ഇങ്ങനെ പറഞ്ഞു തന്നു. പക്ഷേ കറക്റ്റ് അളവൊന്നും മമ്മിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഇങ്ങനെ ഒരു കൈപ്പിടി അല്ലെങ്കിൽ ഇത്തിരി ഇങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒട്ടനെ വീഡിയോ പ്രതീക്ഷിക്കാം. പിന്നെ ഒരുപാട് റെസിപ്പിയൊക്കെ നിങ്ങളോട് ചെയ്യണമെന്നുണ്ട്. ഞാൻ ഓരോരുത്തരുടെ വീഡിയോ ഒന്ന് കാണാറുണ്ട് കേട്ടോ. ചിലർക്കൊക്കെ എന്താ പറയുക റംഷി റെസിപ്പീസൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. ആ ഇത്തായൊക്കെ ചെയ്യുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കൊതിയാവേ. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ സാഹചര്യം ഇല്ല. എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് മാക്സിമം ഇതാക്കാൻ ശ്രമിക്കുക. ആഗ്രഹങ്ങളുണ്ട് മക്കളെ, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി, അതാണ്. അതുകൊണ്ടാണ് വീഡിയോയുടെ വ്യൂവും കുറഞ്ഞു പോയത്. അതൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മളത് മെച്ചപ്പെടുത്തി എടുത്തേ പറ്റുള്ളൂ. പിന്നെ വീട് മാറുന്ന കാര്യം എല്ലാവരും ചോദിച്ചില്ലേ. ശരിക്കും പറഞ്ഞാൽ വീട് ഞങ്ങളിവിടെ നോക്കണ വീടിനൊക്കെ വാടക എത്രയാണ് അറിയോ? 8000 രൂപ സ്റ്റാർട്ടിങ്. അത് ഇനി അതിൻ്റെ സെക്യൂരിറ്റി എത്ര പറയണമെന്ന് അറിയാൻ പാടില്ല. അത് നിങ്ങൾക്ക് വലിയ വീടായിരിക്കണം. വലിയ വീടൊന്നുമല്ല, ചെറിയൊരു അത്യാവശ്യം സൗകര്യമുള്ള വീട് നോക്കിയേന്. വീട് കിട്ടാനില്ല ഈ ഭാഗത്ത്, അതാണ് പ്രശ്നം. ഈ ഒരു നമ്മുടെ ഒരു നാട് വിട്ടിട്ട് വേറൊരു നാട്ടിൽ നമ്മൾ പോയി കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം തന്നെ വാടകയ്ക്ക് കിടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് വേറെയാണ്, അനുഭവിക്കുന്നവർക്കറിയാം. കാരണം നമുക്ക് എന്താ പറയണേ, വാടകയ്ക്ക് കിടക്കണം എന്നുള്ളൊരു പേര് അതൊക്കെ അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ വിഷമം അറിയുന്നത്. പിന്നെ വേറൊരു നാട്ടിൽ പോയി കിടന്നു കഴിഞ്ഞാൽ നമ്മളാരും ഒന്നും കൂടെ ഉണ്ടാകില്ല. ഇവിടെ ആണെങ്കിൽ അയ്യോന്ന് വിളിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കയ്യിലൊക്കത്തുനിന്ന് ഓടി വരും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ വിട്ടു പോകാത്തത് ബിനോടൻ. പിന്നെ ബിനോടനാണെങ്കിലും ചിലപ്പോൾ ഓട്ടോ ഒക്കെ പോയിട്ട് താമസിച്ചൊക്കെ വരുവാണെങ്കിലും നമ്മുടെ നാടായതുകൊണ്ട് ഇവിടെ നമുക്കങ്ങനെ പേടിക്കാനൊന്നുമില്ല. എല്ലാ സ്ഥലവും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പ്രദേശം വിട്ടു പോകാണ്ടിരിക്കാൻ. പക്ഷേ ഈ ഒരു പ്രദേശത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്, മെഡിക്കൽ കോളേജുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള വീടുകൾക്കെല്ലാം, ചെറിയ വീടുകൾ പോലും ഭയങ്കര വാടകയാണ്. ഒരു 5000 രൂപയൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും സഹിക്കും. 8000 രൂപ മറ്റേ എങ്ങനെ മുതലാക്കാനോ എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ടാണ് വീട് മാറാത്തതിൻ്റെ ഒരു കാരണം അതാണ്. പിന്നെ ഇവിടെ നിന്ന് മാറാൻ ഇവർ പറയുന്നോടമേ നമുക്കിവിടെ കിടക്കാമല്ലോ, അങ്ങനെ ഇതും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയണേ, സിറ്റുവേഷൻ വളരെ മോശമാണ് മക്കളെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് അത് പറഞ്ഞറിയിച്ചിട്ടോ എടുത്തറിയിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. പിന്നെ മിണ്ടാണ്ടിരിക്കുക, അനുഭവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചീനി മുഴുവൻ അങ്ങനെ പടർന്ന് പന്തലിച്ചിട്ട് നമ്മുടെ ചീരയുടെ മുകളിലേക്ക് അങ്ങ് വീണിട്ട് ചീര മുഴുവൻ അങ്ങ് കുരുട് പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. മുഴുവൻ പുല്ലുമായിരുന്നേ. അപ്പോൾ ഞാനാണെങ്കിൽ അവിടുത്തെ പുല്ലും ആ ചീനം മുഴുവൻ ഒന്ന് ഒതുക്കി കെട്ടി. നമ്മുടെ വള്ളിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ 2 തുണി അങ്ങ് വലിച്ചു കീറിയിട്ട് ചരട് പോലെ ആക്കിയിട്ട് അങ്ങ് വലിച്ചു കെട്ടി. പിന്നെ അത്യാവശ്യം പുല്ലൊക്കെ ഒന്ന് വലിച്ചു പറിച്ച് കളയുവാണ് കേട്ടോ. അപ്പോൾ ചീര ഫുള്ള് ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ല അപ്പുറത്തായിട്ട് മുഴുവൻ കോഴി തികഞ്ഞാണ്. ഈ വശത്തേക്ക് കോഴി അങ്ങനെ വന്നില്ല. പക്ഷേ ഇവിടെ ഈ ചീനി ഇങ്ങനെ മറിഞ്ഞു കിടന്നാലും മഴയൊക്കെ ആയിരുന്നു, നമുക്കങ്ങ് അത് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ തയ്യലും ഒക്കെ ആയിരുന്നു, നല്ല തിരക്കല്ലേ. പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി പുറംപണി ചെയ്യാനുള്ള സമയം കിട്ടണില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് പണികളൊക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് അങ്ങനെ ഇരുന്നപ്പം പിന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ അത്യാവശ്യം പുല്ലുകളും ചീരയുടെ ചോട്ടിലുള്ള പുല്ലുകളൊക്കെ ഒന്ന് പറിച്ച് തീർത്തു കേട്ടോ. അപ്പോൾ അത് ഇത്രയൊന്നും ആക്കി. അന്നേരത്തേക്കും വീണ്ടും മഴ ഇരുണ്ട് മൂടും തെളിയും, പിന്നെയും തെളിയും, പിന്നെ ഇരുണ്ട് മൂടും. ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോ വശത്തുനിന്ന് മുതൽ ക്ലീനിങ് തുടങ്ങിയേക്കുവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തെ ഈ പല്ലിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നമ്മൾ കുറേ ഹോം റെമഡിയൊക്കെ ചെയ്യുമ്പോൾ അന്നേരത്തേക്ക് കുറച്ചൊന്ന് കുറയുന്നല്ലാണ്ട് ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ തുണിയൊക്കെ വിരിച്ച് നല്ല നീറ്റാക്കി ഇടുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് അപ്പിയിട്ട് വെക്കും. എൻ്റെ പൊന്നേ, എനിക്കിഷ്ടമല്ലാത്ത സാധനം. എനിക്കത് കാണുന്നത് തന്നെ ഭയങ്കര ഈർച്ചയാണ് കേട്ടോ.
അപ്പോൾ അതൊക്കെ തുണി ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. അപ്പോൾ ബെഡ്ഷീറ്റും ഇതൊക്കെ ഒന്ന് മാറേണ്ട ദിവസമാണ്. അപ്പോഴാണ് ഇതാ മുകളിൽ ഒരു അഴ കെട്ടിയേക്കണേ. ഇത് കുറേ ദിവസമായിട്ട് നിങ്ങൾ വീഡിയോയ്ക്കകത്ത് കാണുന്നുണ്ടാവും. എന്താ പ്രശ്നം എന്നറിയോ, ഇത് നമ്മുടെ ഈ വ്ളോഗ് വീഡിയോ അല്ലാണ്ട് മറ്റേ കൂട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കെട്ടിയിരുന്ന കർട്ടനാണ്. അപ്പോൾ ഇപ്പോൾ അതുപോലത്തെ വീഡിയോസ് അങ്ങനെ എടുക്കണില്ല. അതുകൊണ്ട് കുറച്ച് ദിവസമായി ഞാനതൊന്ന് അഴിച്ച് കഴുകി പെറുക്കി വെക്കണം എന്ന് ഓർത്തിട്ട് കേട്ടോ. അപ്പോൾ ഈ കർട്ടൻ നല്ല കർട്ടനാണ്. നമ്മൾ ഭാവിയിൽ ഏതെങ്കിലും ഒരു വീട് വെക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് നല്ല വീട്ടിലേക്ക് മാറുകയാണെങ്കിൽ കർട്ടൻ ഇടാമല്ലോ. അപ്പോൾ എടുത്ത് അതൊന്ന് അലക്കി വെക്കണം. പിന്നെ തുണി തേക്കാൻ നേരത്ത് ഇടുന്ന ആ ഒരു ഷീറ്റാണ് കേട്ടോ, തുണിയാണ്. അത് മടക്കി അവിടെ അഴയിലേക്ക് ഇട്ടു. പിന്നെ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഇവിടെയാണ് തുണി വിരിക്കലൊക്കെ കേട്ടോ. അപ്പോൾ മുറ്റത്തുനിന്ന് കുറേ തുണി ഇങ്ങനെ പതിയെ തണുപ്പുള്ളതൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്കിടും. എന്നുവെച്ച് ഇവിടെ നിന്ന് കുറച്ചിങ്ങെടുത്ത് പെരക്കകത്തേക്ക് ഇടും. അങ്ങനെ തവണകളായിട്ടാണ് നമ്മൾ തുണി ഉണങ്ങിയെടുക്കുന്നത്. അപ്പോൾ ഇന്ന് കുറേ തുണി അലക്കാനുണ്ട്. ബിനോടിനെ കുറച്ച് വെള്ളമുണ്ടും ഒക്കെ അലക്കാനുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ അലക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം അലക്കാനുള്ളത് കൊണ്ടുപോയിട്ടു. അലക്കാനുള്ളത് ഇട്ടു, സോപ്പ് പൊടി മുക്കി അവിടെ ക്ലീനാക്കി. അത് കഴിഞ്ഞതാ ഈ ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷനിലും ബെഡ്ഷീറ്റൊക്കെ മാറ്റി അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞതാ നമ്മുടെ ഈ സെക്ഷൻ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഇവിടെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് പില്ലോ കവറൊക്കെ മാറ്റിയിടുന്നേ ഉള്ളൂ. രാത്രിയിൽ ബെഡ്ഷീറ്റ് വിരിച്ചിടുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ തണുപ്പ് കാലത്ത് ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കഴിഞ്ഞാൽ രാത്രി പിന്നെ ഇങ്ങനെ തണുത്തിരിക്കും തുണിയൊക്കെ. നമ്മൾ കിടക്കണ റൂമല്ലേ, അപ്പോൾ കിടക്കാൻ നേരത്തെ ബെഡ് വിരിക്കുള്ളൂ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ അലക്കാനുള്ളതൊക്കെ എടുത്തിട്ടു. അപ്പോൾ അതെ അന്നേരത്തേക്കും ഇതാ ഇരുണ്ട് മൂടി വന്നു കഴിഞ്ഞു മഴ. പക്ഷേ മഴ പെയ്തില്ല, ഇങ്ങനെ ഇരുണ്ട് മൂടി നിൽക്കുവാണ് കേട്ടോ. നമ്മളെ വേറെ തുടപ്പിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനം മഴ എടുത്തിട്ട് തോന്നും. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് വന്നു. അത്യാവശ്യ സാധനങ്ങളെല്ലാം ഒതുക്കി കൂട്ടി വെച്ചു. പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് നമ്മളെല്ലാ ആഴ്ചയിലും ചെയ്യണം ഉണക്കാൻ. ഇതൊരു പുതിയ ബക്കറ്റ് കണ്ണരക്കകത്തുനിന്ന് കൊണ്ടുപോയിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നതാണോ, കണ്ണരക്കകത്ത് കൊണ്ടുപോയിട്ട് കുറേ ദിവസമായിരുന്നു. കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നു. അപ്പോൾ അത് ഒന്ന് എന്താ പറയണേ ക്ലീൻ ചെയ്ത് ഉണങ്ങാനായിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അരിപ്പൊടിയൊക്കെ കൂടുതൽ അതിനകത്ത് ഇട്ട് വെച്ചുകൊണ്ടിരുന്നതാണേ. പുറത്ത് വയ്ക്കുമ്പോൾ ഉറുമ്പ് കയറുവാണ്. അപ്പോൾ അതിനെ ഒന്ന് അതിനകത്തേക്ക് എല്ലാം മാറ്റണം. പിന്നെ എല്ലാ ആഴ്ചയും ചെയ്യാറുള്ള പോലെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പേപ്പറൊക്കെ ഒന്ന് മാറ്റി പിറക്കി. പിന്നെ അവിടെ ഒരു കുപ്പി ഇരിക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചോ മക്കളെ, അതാണ് വൈൻ. കഴിഞ്ഞ ആഴ്ച ബിനോട്ടൻ ഒരു കുപ്പി വൈൻ കൊണ്ടുത്തതാണ്. വൈൻ എന്ന് പറഞ്ഞാൽ ഈ ചാമ്പങ്ങ വൈനില്ലേ, അതാണ് കേട്ടോ. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കണ ഒന്നും പറ്റിയിട്ടില്ല. നല്ല വൈനൊന്നും പറയാൻ പറ്റിയില്ല. അവിടെ ഓട്ടം പോയപ്പോൾ ആരാണ്ട് കൊണ്ട് കൊടുത്താന്ന് പറഞ്ഞത്. പൈസ കൊടുക്കണം കേട്ടോ, ചുമ്മാ അതല്ല. അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ. അപ്പോൾ വൈനാന്ന് പറഞ്ഞാൽ ചുമ്മാ ടേസ്റ്റ് നോക്കാം. പക്ഷേ എൻ്റെ മമ്മിയൊക്കെ കുഞ്ഞിലെ എനിക്ക് ഉണ്ടാക്കി തന്ന് നമുക്കറിയാം എൻ്റെ ടേസ്റ്റ്. കുഞ്ഞിലെയൊക്കെ മമ്മി വീട്ടിലുണ്ടാക്കും ഇങ്ങനെ ചാമ്പങ്ങ വൈന് ഒക്കെ ഉണ്ടാക്കുമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും 7 ലക്ഷത്തോടെ സംഭവം പോയല്ല കേട്ടോ. ഇത് വൈന് ജസ്റ്റ് ഒരു പേര് മാത്രമേ ഉള്ളൂ. അതാണ് കുപ്പിക്കകത്തിരിക്കണേ. തേൻ പോലെ ഇരിക്കും എങ്കിലും സംഭവം അതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിക്കാറുള്ളൂ എന്ന് മാത്രം. അപ്പോൾ അവിടുത്തെ പേപ്പറൊക്കെ മാറ്റി പതിവ് പോലെ തന്നെ ക്ലീൻ ചെയ്തു. പിന്നെ അടുപ്പിനകത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇച്ചിരി പേപ്പറൊക്കെ ഇട്ട് ഞങ്ങളും കത്തിക്കും കേട്ടോ. പേപ്പറൊന്നും ഇല്ല, ന്യൂസ് പേപ്പറൊക്കെ പാത്രം വരുത്താണ്ടിരുന്ന് തീർന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് കത്തീരൊക്കെ കുറഞ്ഞത്. പിന്നെ വിറക് നമുക്കറിയാമല്ലോ, വിറകില്ല. വിറക് കിട്ടുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കത്തിക്കണേ ഉള്ളൂ. പക്ഷേ ഈ മഴക്കാലത്തുണ്ടല്ലോ അടുപ്പ് ശരിക്കും ഒന്ന് കത്തിച്ചില്ല എങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. പെരയ്ക്കൊക്കെ ഒരു സുഖം ഉണ്ടാവില്ല. അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ തന്നെ പെരയും തറയൊക്കെ ഉണങ്ങിക്കിടക്കും. അപ്പോൾ അതായത് ഇതൊക്കെ പൊക്കി കാണിക്കണത് എന്താ അറിയോ, നമ്മുടെ അച്ചുകൂട്ടൻ്റെ പരിപാടിയാണ്. ഞാനവിടെ എന്തോരം അടുക്കി പെറുക്കി വെച്ചാലും എൻ്റെ അച്ചുകൂട്ടൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ, അവിടെ കൊണ്ടുപോയി ഈ ഷിമ്മിക്കൂടൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് 1-2 നമ്മളെടുത്ത് മാറ്റി വയ്ക്കുമല്ലോ, അതൊക്കെ ആൾ കൊണ്ട് നനച്ച് ചീച്ച് അവിടെ കൊണ്ട് വയ്ക്കും. അതിനകത്ത് വെള്ളം നിറയ്ക്കുക, ഇതൊക്കെയാണ് അച്ചുകൂട്ടൻ്റെ കലാപരിപാടികൾ. ഇപ്പം നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കുമ്പോഴായിരിക്കും അതിങ്ങനെ നനച്ച് ചീച്ച് വെച്ചേക്കണത് കാണുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. പിന്നെ ഈ ഒരു സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡിലും അതെ എല്ലാത്തിലും ഇങ്ങനെ ഓരോ കുരുത്തക്കേട് മുഴുവൻ കാണിച്ചു വെക്കണം നമ്മുടെ അച്ചുക്കുട്ടനാണ്. ധ്യാനൂട്ടിന് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ധ്യാനൂട്ടിന് ആ ടിവിയുടെ മുമ്പ് ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇച്ചിരി പടം വരയ്ക്കും, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. അല്ലെങ്കിൽ അപ്പുറത്തെ പട്ടീൻ്റെ അടുത്ത് പട്ടിയുണ്ട് അപ്പുറം, ആ പട്ടിയുടെ അടുത്ത് പോയി കളിപ്പിക്കും. അല്ലാണ്ട് ധ്യാനൂട്ടിന് ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പിന്നെ അവനെച്ചാൽ മുതിർന്നു എന്നല്ലോ. പക്ഷെ അച്ചുക്കൂട്ടനാണ് ഈ കുസൃതി മുഴുവൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് അടുപ്പം നിറയും എല്ലാം ഫുള്ള് ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയേക്കുവാണ്. അന്നേരത്തേക്ക് ഞാൻ ഇടയ്ക്ക് വാഷിംഗ് മെഷീനിൽ തുണി അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ട്രിപ്പ് അലക്കി വന്നു. ഇനി അപ്പോൾ അടുത്ത ട്രിപ്പ് കൂടെ അലക്കണം. അപ്പോൾ അത് അടുത്ത അലക്കാനിട്ടേക്കണം. ബാക്കി തുണിയൊക്കെ ഉണങ്ങിയെന്ന് പറഞ്ഞിട്ട് മുഖത്തേക്ക് ചേർത്ത് വെച്ച് നോക്കണത്. എന്താ വെച്ചാൽ നമ്മൾ ഈ തുണി ഉണങ്ങുമ്പോൾ ഈ പടി അതുപോലെ എലാസ്റ്റിക് ഉള്ള ഭാഗമൊക്കെ ശരിക്കും അങ്ങ് തണുപ്പ് മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് സെപ്പറേറ്റ് മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുവാണ്. ഇപ്പോൾ ഈ വൈക്കോൽ ഇവിടെ കിടക്കുന്നത് ഭയങ്കര ഒരു പാടാണ് കേട്ടോ. വൈക്കോൽ അവിടെ കിടക്കണമെന്ന് നമുക്ക് പേടിക്കണം. ശരിക്കും ഇതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കുമെന്ന് പറയണ കേൾക്കാം. അവിടെ ഞാൻ നോക്കിയാണ് കേട്ടോ പോണത്.
പക്ഷേ ഇനി അത് ആരണ്ടൊക്കെ കൊടുക്കാനായിട്ട് വെച്ചേക്കണതാണ്. അതൊന്ന് കൊണ്ടു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ കൊണ്ടു കൊടുക്കണില്ല. നമുക്ക് തുണി വിരിക്കാനൊക്കെ ഭയങ്കര പാടാണ് അവിടെ. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ തുണിയൊക്കെ എടുത്തു. കുറേ തുണി വിരിക്കാനുണ്ടായിരുന്നു, അത് വിരിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന്തേ മഴക്കാർ വെച്ച് കയറി, വീണ്ടും ഇരുണ്ട് മൂടി, ഇടിയൊക്കെ കുടുങ്ങി തുടങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്നത്തെ വീഡിയോ ആയതുകൊണ്ട് ഇന്ന് റെക്കോർഡ് ചെയ്യണ്ടേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നല്ലൊരു വ്ലോഗുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്